എന്നെ കണ്ടിട്ട് പൊട്ടനായിട്ട് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞ വിഷമാവൂ. ഇനി എന്റെ ഭാര്യ പോകുന്നിടത്തുമില്ലാന്നറിയ കണ്ട എന്തിനാട്ടോ കുഞ്ചാക്കോവന്റെ ശരീരം വെച്ച് ഭീമരഘുവിനെ പോലെ പെരുമാറുന്ന ലാസ്റ്റ് വാണിങ് കുഞ്ചാക്കോ പോയിന്ന് പറഞ്ഞേക്ക്. ചാക്കോച്ച ചായ കുടിച്ചിട്ട് പോവാ. നാറിക്ക് പിന്നെ 50 കോടിയുടെ ബിസിനസ് ഡീലല്ലേ ഞാൻ അവിടെ നടത്തിയത്. സത്യത്തിൽ എന്നെ ആ കുട്ടി വശീകരിക്കാൻ നോക്കി. കൊച്ചു വഴിയെടുത്തും വലിയ വഴിയെടുത്തും ഒരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പൊ 31ാമത്തെ ആളാ വീട്ടിൽ കയറി വന്ന് 2ന്റെ കോഴിത്തരം വിളമ്പുന്നത്. അത് 21 ആദ്യം ജോലി ഒന്നുമില്ലല്ലേ ഈ 2 തന്തയല്ലേ നിങ്ങള്? ചേട്ടാ എന്റെ പ്രായത്തിന് ഞരമ്പാന്ന് പറയാം. പക്ഷെ ഇതൊന്നും ഞരമ്പ് പൊട്ടി കിടക്കുന്ന അസുഖമാണോ മോനെ? ഒരു നല്ല ഈർക്കിലങ്ങോട്ട് എടുത്തിട്ട് നിങ്ങളെ എന്റെ വാവല്ലാണ്ട് വരുന്നു. മരിച്ചു പോയപ്പോ നിങ്ങൾക്ക് അമ്മയുടെ ഒരു വാത്സല്യം വേണോന്ന് എനിക്ക് തോന്നി. എത്ര അമ്മമാരുടെ വാത്സല്യം ഞങ്ങൾക്ക് വേണ്ട. ഇനി അച്ഛൻ പെൺപിള്ളാരുടെ പിറകെ പോവൂല. ആന്റിമാരുടെ പോവൂല. അതെനിക്ക് ബാധകമാണോ? ഞാൻ ചോദിച്ചോറല്ല. എന്തായാലും ഇത്ര ഓവറല്ല. ഹലോ, ഞരമ്പിന്റെ മോൻ തന്നെ. കുടുംബശ്രീയിലെ 12 പെണ്ണുങ്ങളെ നോക്കി പീഡിപ്പിച്ചെന്നാണ് ആ പരാതി. അല്ല സാർ, നോക്കിയൊക്കെ എങ്ങനെയാ സാർ പീഡിപ്പിക്കുന്നത്? അത് തന്നെയാണ് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റും തലകുത്തി ആലോചിച്ചോണ്ടിരിക്കുന്നത്. നോക്കിയപ്പോ തന്നെ ഇങ്ങനെ അങ്ങനെ ഉരിയാടിയാലുള്ള അവസ്ഥ. എന്തായാലും ആ മഹാന ഒരുക്കി നിർത്തിയരാ. നമ്മള് വെള്ളി വിലങ്ങുമായിട്ട് വൈകിട്ട് അങ്ങോട്ട് വരാം. ഇല്ല, സ്വർണ്ണ വിലങ്ങ് വെച്ച് തരും.